പ്രൊഫസർ നമസ്കാരം. നമസ്കാരം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി പുതിയ ഭരണസമിതി നിലവിൽ വന്നു. പുതിയ മന്ത്രിസഭ തുടക്കം തന്നെ ഗംഭീരമാക്കി. പിണറായി വിജയൻ്റെ മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറക്കി. രക്ഷാപ്രവർത്തനത്തിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയടിച്ചു പൊളിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികൾ, അങ്ങനെ ആശാവർക്കർമാർക്ക് സഹായം, ഇതുപോലുള്ള ജനങ്ങളെ ആഗ്രഹിക്കുന്ന ചില നല്ല തുടക്കങ്ങളോടുകൂടി തന്നെയാണ് വി ഡി സതീശൻ സർക്കാർ അവരുടെ സമാരംഭം കുറിച്ചത്. എന്നാൽ എല്ലാ മന്ത്രിസഭകൾക്കുമുള്ള ഭീഷണി എന്നതുപോലെ തന്നെ പലവിധ വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വി ഡി സതീശൻ്റെ മന്ത്രിസഭയെ തേടിക്കൊണ്ടിരിക്കുന്നു. ഈ വകുപ്പ് രൂപീകരണത്തിൽ പോലും ഫിഷറീസ് വകുപ്പ് ക്രൈസ്തവ സഭയ്ക്ക് കിട്ടണം എന്നുള്ള രീതിയിലുള്ള ആദ്യമേ തന്നെ പുത്തിരിയിൽ കല്ലുകടിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ആ സമയത്ത് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ക്രൈസ്തവ പുരോഹിതരെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. സാമുദായിക ആചാര്യന്മാരുടെ തിണ്ണനിറങ്ങാൻ വി ഡി സതീശൻ പോകില്ല എന്ന് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്ന ചില പ്രസ്താവനകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പല ആളുകളും രംഗത്ത് വരികയുണ്ടായി. പല FB കുറിപ്പുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എനിക്ക് തോന്നുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വി ഡി സതീശനെ വിമർശിച്ച സാമുദായിക ആചാര്യന്മാരിൽ പ്രമുഖൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നുള്ളതാണ്. NSSൻ്റെ ആചാര്യനായ സുകുമാരൻ നായരും അതിനൊട്ടും പുറകോട്ടായിരുന്നില്ല. എന്നാൽ അടിക്കടി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വി ഡി സതീശനെ കടന്നാക്രമിക്കാൻ വേണ്ടി തക്കം പാർത്തിരുന്ന ആളെ പോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ അനുദിനം വന്നുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ വി ഡി സതീശനെ ബഫൂണിനോട് പോലും ഉപമിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം വി ഡി സതീശൻ തികഞ്ഞ ആത്മസംയമനത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞെന്നോ അതിന് അതേ നാണയത്തിൽ എനിക്ക് മറുപടി കൊടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പക്ഷേ ഞാനതിന് നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് വി ഡി സതീശൻ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. മുഖ്യമന്ത്രി ആയതിനു ശേഷം വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തുമോ, ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ കാണാൻ പോയതുപോലെ വെള്ളാപ്പള്ളി നടേശനെയും കാണാൻ പോകുമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ഞാൻ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകും, എല്ലാ സാമുദായികന്മാരെയും കാണാൻ പോകും. ആർക്കെങ്കിലും നമ്മളോടൊരു ഭിന്നതയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം, അതാണ് രാഷ്ട്രീയത്തിൻ്റെ വിശുദ്ധി എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം അത്തരത്തിൽ സംസാരിച്ചത് പിന്നീട് ജനം അത് വിട്ടുകളഞ്ഞു. ഇന്നിപ്പോൾ കോൺഗ്രസിൽ വി ഡി സതീശൻ്റെ മന്ത്രിസഭയിലുള്ള മുതിർന്ന മന്ത്രിമാരായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയും ബിന്ദു കൃഷ്ണയും, ക്ഷീരവകുപ്പാണ് അവർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഓർമ്മ, ബിന്ദു കൃഷ്ണയും വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയത് വലിയ വാർത്തയായിരിക്കുന്നു. അതൊരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ റിജിൽ മാക്കുറ്റി, അദ്ദേഹത്തിൻ്റെ FB കുറിപ്പിലൂടെ അതിനിശിതമായ രീതിയിൽ വിമർശിച്ചിരിക്കുന്നു. അതായത് നാടിനെ ഭിന്നിപ്പിക്കാൻ എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളെ ആളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു കാരണവശാലും ഈഴവ സമുദായം വോട്ട് രേഖപ്പെടുത്തില്ല. അത്തരത്തിലൊരാളെ കാണാൻ പോകുന്ന കോൺഗ്രസ് നേതാക്കൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശമാണ് FB കുറിപ്പാണ് അദ്ദേഹം ഇട്ടിരുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തല എന്നുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിലാണ് എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ നോട്ടമുണ്ടായിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രി പദത്തിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് നോട്ടമുണ്ടോ? അതുകൊണ്ടാണോ അദ്ദേഹം ഇതുപോലെ സാമുദായികന്മാരെയൊക്കെ എപ്പോഴും അടിക്കടി കണ്ടുകൊണ്ട് തൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ തൻ്റെ നില എപ്പോഴും ഉറപ്പിച്ച് നിർത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി രമേശ് ചെന്നിത്തലയെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൂടുതൽ പണിയെടുത്തത് NSSൻ്റെ അധ്യക്ഷനായ സുകുമാരൻ നായരായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നായർ തന്നെയായിരുന്നു, നായർ സമുദായം അംഗം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം കറുത്തിട്ടുള്ളൊരു നായരായിരുന്നു. വെളുത്തൊരു നായരായ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സുകുമാരൻ നായർ പണിയെടുത്തോ എന്നുള്ളതാണ്. എന്തായാലും സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ രമേശ് ചെന്നിത്തല എന്ന നേതാവിനോട് സമദൂര സിദ്ധാന്തമല്ല പുലർത്തുന്നത്, അത് ശരിദൂര സിദ്ധാന്തമാണ് എന്ന് കാണാം. ഈ രാഷ്ട്രീയ സന്ദർശനത്തിൽ ജനം അറിയാത്ത ഏതെങ്കിലും തരത്തിലുള്ളൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതായി ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ ഫവാസിന് തോന്നുന്നുണ്ടോ? അല്ല, ആദ്യം ഞാൻ റിജിൽ മാങ്കൂറ്റിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് പറയാൻ നമുക്ക് എന്തായാലും സാധനം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞൊരു പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം.
നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല. ഈ യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിഞ്ഞെങ്കിൽ തിരിച്ചടി വലുതായിരിക്കും. ഇതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഈഴവ വിഭാഗത്തിൻ്റെ നല്ല വോട്ടും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെയാണ് പോകുന്നത് എന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജി സുകുമാരൻ നായർ പറയുന്ന പോലെയാണ് നായർ വിഭാഗം വോട്ട് ചെയ്യുന്നതെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ എന്താ പറയുക വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴും മണ്ടന്മാരുടെ സ്വർഗത്തിലാണെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കാരണം അതിന് കൃത്യമായ തെളിവാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൽ ജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പരസ്യമായിട്ട് എല്ലാവരും കണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശനും സതീശനുമായിട്ട് കൊമ്പ് കോർക്കുന്നത്, ഏറ്റവും അവസാനം ഇലക്ഷന് തലേ ദിവസം വരെ നിന്ന് എന്താ പറയുക നായർ വിഭാഗത്തിൻ്റെ സുകുമാരൻ നായരും പിന്നെ സതീശൻ നായർ കൊമ്പ് കോർക്കുന്നത്. അപ്പം ഇത്തരത്തിൽ എല്ലാ സാമുദായിക നേതാക്കന്മാരും എതിരായിരുന്നു സതീശന്. എന്നിട്ട് പോലും കോൺഗ്രസ് ഈ 102 സീറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടുന്ന് വളരെ കൃത്യമാണ്. ഒരിക്കലും കേരള ജനത ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായരുടെയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെയോ പാട്ട് കേട്ടിട്ടല്ല വോട്ടിന് തുള്ളാൻ പോകുന്നത് എന്നുള്ള സത്യാവസ്ഥ ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അതാണ് റിജിൽ മാങ്കുറ്റിയെ പോലുള്ള യുവതലമുറ കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷെ സാർ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സാമുദായിക നേതാക്കന്മാരുടെ എന്താ പറയുക കൂട്ടുപിടിച്ച് തിണ്ണ നിരങ്ങുന്ന ഒരു നേതാക്കന്മാർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയും. ഞാൻ ഒരിക്കലും ബിന്ദു കൃഷ്ണ ഇങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊല്ലത്ത് ഈ പറഞ്ഞ പോലെ ഈഴവ കമ്മ്യൂണിറ്റി അത്യാവശ്യമുണ്ട്. പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ പുറകിലുള്ള വികാരം എന്ന് മനസ്സിലാക്കേണ്ട. കാരണം കൊല്ലം മണ്ഡലത്തിൽ ഈഴവ സമുദായത്തിന് കാര്യമായ ശക്തിയുള്ള വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ്. അവിടെ ബിന്ദുകൃഷ്ണയ്ക്ക് അവരുടെ വോട്ടുകൾ ഇക്കുറി കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അത് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ചില സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ ചില ആളുകളുടെ ആശീർവാദം തങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ചില താല്പര്യങ്ങൾ ചില ആളുകൾക്കുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കാം ബിന്ദുകൃഷ്ണയ്ക്ക് ഉണ്ടായത് എന്നുള്ളത് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ. മാത്രമല്ല രാഷ്ട്രീയത്തിൽ പല ധ്രുവീകരണങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും വി ഡി സതീശൻ ക്യാമ്പിന് പുറത്തായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചില ധ്രുവീകരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ സാമുദായിക ആചാര്യന്മാരുടെയൊക്കെ പങ്ക് ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെയും യു ഡി എഫിലെ ഘടകകക്ഷികളുടെയും താല്പര്യം തന്നെയായിരുന്നു വി ഡി സതീശൻ എന്ന നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അവിടെയാണ് ഇവർക്കൊക്കെ ഈ സാമുദായിക ആചാര്യന്മാർക്കൊക്കെ ചൂട് പിടിച്ചത്. അത് മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ ഘടകകക്ഷികളായ RSPയുടെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒക്കെ മാത്രം ഒരു താല്പര്യമായിരുന്നില്ല, ജനങ്ങളുടെ ഒരു താല്പര്യം കൂടി അതിൽ കണ്ടറിഞ്ഞതാണ്. അങ്ങനെ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും ഒക്കെ മനസ്സ് മാറ്റേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ജനകീയമായ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത് എന്നുള്ളൊരു തിരിച്ചറിവ് പലർക്കും ഉണ്ടായിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശനൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു, ഞങ്ങൾ പറയുന്നതായിരിക്കും ഞങ്ങളുടെ സമുദായം വോട്ട് ചെയ്യുക. അങ്ങനെ സമുദായത്തിൻ്റെ ബലം കാണിച്ചുകൊണ്ടായിരുന്നു അവരെല്ലാവരും ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വരുതിയിൽ നിർത്തിയിരുന്നതും കണക്ക് പറഞ്ഞ് വിലപേശി ചില കാര്യങ്ങൾ സാധിച്ചിരുന്നതും. എന്നാൽ അതെല്ലാം പൂർണ്ണമായും ശരിയായിരുന്നില്ല എന്ന് വേണം ഫവാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം വി ഡി സതീശൻ എന്ന നേതാവിനെ നേരിട്ട് എതിർത്ത് 2 സാമുദായിക ആചാര്യന്മാർ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അവർ പറഞ്ഞ രീതിയിൽ അവരുടെ സമുദായാംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ പറവൂരിൽ ഒരു കാരണവശാലും വി ഡി സതീശൻ ജയിക്കേണ്ടതല്ല. കാരണം ഈഴവ സമുദായത്തിന് നല്ല വോട്ട് ഉള്ള ഒരു സ്ഥലമാണ് പറവൂര്. അതുപോലെ തന്നെ NSSനും സാമാന്യം തരക്കേടില്ലാത്ത വോട്ടുള്ള സ്ഥലം തന്നെയാണ് പറവൂര്. അങ്ങനെയെങ്കിൽ ഇവർ 2 കൂട്ടരും നിർദ്ദേശിച്ചിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് വി ഡി സതീശൻ അവിടെ ജയിച്ചു വന്നത്? അപ്പോൾ ഇവരുടെ ആഹ്വാനങ്ങളൊന്നും സമുദായങ്ങൾ അതേപടി അംഗീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. പറയൂ. അപ്പം ഇപ്രാവശ്യം എനിക്കിതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്രാവശ്യം ഞാൻ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്തത് കൊല്ലം ജില്ലയിലാണ്. അത് ഈ പറഞ്ഞ പോലെ കൊല്ലത്തിൻ്റെ പല ജില്ലകളിലും വർക്ക് ചെയ്തു. അപ്പം കൊല്ലത്ത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവിടെ ഈ പറഞ്ഞ പോലെ മുക്കിലും മൂലയിലും NSSനും SNDPക്കും അവരുടെ കരയോഗങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതിനതീതമായിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സെക്കുലറായി നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ അത് കൊല്ലം ജില്ല തന്നെയാണ്. അപ്പോൾ ഞാൻ പാലക്കാടുകാരനാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടത്തേക്കാളും പാലക്കാട് എന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് മലപ്പുറം ബോർഡറാണ് നിൽക്കുന്നത്. പാലക്കാട് ജില്ല എന്ന് പേരിന് പറയാം, പക്ഷേ മലപ്പുറം ജില്ല ബോർഡറാണ് നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ല ഭയങ്കര സെക്കുലറായിട്ട് ചിന്തിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യരുള്ള അല്ലെങ്കിൽ ജാതി മത ഭേദം അതിന് അതീതമായിട്ട് ചിന്തിക്കുന്ന പിന്നെ ഒരു ജില്ലയാണ്
പിന്നെ ഈ പറഞ്ഞപ്പെട്ട പോലെ കൊല്ലം ജില്ല. അപ്പം അത്തരത്തിൽ നിന്ന് ഒരു കൊല്ലം ജില്ലയിൽ ബിന്ദു കൃഷ്ണ ജയിച്ചു വന്നത് ഒരിക്കലും ഈ പറയപ്പെട്ട ഈഴവ വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടല്ല, അത് മനുഷ്യരുടെ വോട്ട് കൊണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് ബിന്ദു കൃഷ്ണയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ ബിന്ദു കൃഷ്ണനെതിരെ തിരിച്ചു പറഞ്ഞാൽ പോലും കൊല്ലത്ത് ബിന്ദു കൃഷ്ണ സുഖമായിട്ട് ജയിക്കുമായിരുന്നു. പക്ഷെ അവിടെ ഫവാസ് പറഞ്ഞത് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോഴും അവിടെ ഒരു ഘടകം കൂടിയാണ്. അതിപ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് മാത്രമല്ല, കേരളത്തിൽ മത്സരിച്ച എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും, ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഒഴികെയുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും വലിയൊരു നേട്ടം കിട്ടിയത് പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം എന്നൊരു തരംഗം, ഒരു വികാരത്തിൻ്റെ ഒരു വേലിയേറ്റം കൂടി ഉണ്ടായിരുന്നു. ആ വേലിയേറ്റത്തിൽ ജയിച്ചു വന്ന പല MLA മാരും ഇവിടെ ഉണ്ട്. അവരുടെ ആരുടെയും പേര് നമ്മൾ എടുത്തു പറയുന്നില്ല, എഴുത്തി കാണിക്കുന്നതിന് തുല്യമാവും. അതായത് വ്യക്തിപരമായി യാതൊരു തരത്തിലും മേന്മ അവകാശപ്പെടാനില്ലാത്ത പല ആളുകളും MLA മാരായി വന്നിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അത്തരം ഒരു തരംഗം ഉണ്ടായതിൻ്റെ പേരിൽ പല ആളുകളും ജയിച്ചു വന്നിട്ടുണ്ട്. ബിന്ദുകൃഷ്ണ നല്ല നേതാവ് തന്നെയാണ്, കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് ചെറുപ്പം മുതൽ വിദ്യാർത്ഥി സംഘടന മുതൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആൾ തന്നെയാണ്. അവരൊരിക്കലും എഴുത്തി കാണിക്കുന്നില്ല. ഫവാസ് പറഞ്ഞ പോലെ ഈഴവ സമുദായത്തിൻ്റെ സ്വാധീനത്തിലാണ് അവർ ജയിച്ചത് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊല്ലത്തൊന്നും ഇത്തരത്തിൽ ജാതി സാധനങ്ങൾ ഇട്ട് കാർഡ് ഇറക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും ചെറുതായിട്ടുണ്ടാവും, ഒരു 1-2% നടക്കുമായിരിക്കും. അതിലപ്പുറം സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ നേരിട്ട് ഇറങ്ങിയാൽ പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യാവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവരെ കൊണ്ടൊന്നും ഇത്തരത്തിൽ കൊല്ലം ജില്ലയെ മാറ്റിമറിക്കും. കൊല്ലം അത്രയും സെക്കുലർ നിൽക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം. അപ്പം പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം മുകേഷ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക MLA അവിടെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളും ആ ഒരു സാധനം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കൊല്ലം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് CPM-ന് ഏറ്റവും വലിയ കോട്ട അത് കണ്ണൂരല്ല, അത് കൊല്ലം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചുവന്ന മണ്ണ് കൊല്ലം തന്നെയാണ്. അതെ, ഞാൻ പേഴ്സണലി കാരണം ഞാൻ കണ്ണൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊല്ലം ഞാൻ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. ഏറ്റവും കൂടുതൽ CPM-ന് ഹോൾഡുള്ള വേരോട്ടമുള്ള ഒരു ജില്ല എന്ന് പറഞ്ഞാൽ അത് കൊല്ലം ജില്ല തന്നെയാണ്. ആ കൊല്ലത്ത് അവർ തോൽക്കാൻ കാരണം അവരുടെ MLA-യുടെ ഒരു കഴിവ് കേട്. പിന്നെ അത് മാത്രമല്ല, ഒരു വശത്ത് മുകേഷ് എന്ന് പറഞ്ഞ MLA-യുടെ കഴിവ് കേട്, മറുവശത്ത് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയുടെ അദ്ദേഹത്തിനെതിരെയുള്ള സംഭവം, പിന്നെ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക വെള്ളാപ്പള്ളി നടേശൻ, ഈ ഫാക്ടർ എല്ലാം ഇതെല്ലാം ഫാക്ടറാണ്. പക്ഷെ അടുത്ത കാലത്ത് സംഘടനാ തലത്തിൽ തന്നെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായത് കൊല്ലം തന്നെയാണ്. കാരണം അവിടുത്തെ വനിതാ സഖാക്കളടക്കം ഔദ്യോഗിക നേതൃത്വത്തോട് പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ഒരു മേഖല കൂടിയാണ് കൊല്ലം. അത് ഒരിക്കലും വിസ്മരിക്കത്തക്കതല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കോൺഗ്രസിൻ്റെ കൊല്ലം MLA-യും അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയും ഇവരൊക്കെ പോയിട്ട് വീണ്ടും എന്തിനാണ് UDF-ന് ക്ലിയറായ വിക്ടറി കൊടുത്ത കോൺഗ്രസിന് ഇത്തരത്തിൽ ഒരു സമുദായ നേതാക്കന്മാരുടെ പിന്തുണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നത് കേരളം തെളിയിച്ചു കൊടുത്തതാണ്. വീണ്ടും ആ സാധനം മറന്നുകൊണ്ട് വീണ്ടും ഈ തിണ്ണ നിരങ്ങുന്നത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ മുൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുൻ ആഭ്യന്തര രമേശ് ചെന്നിത്തല എങ്ങനെയാണ് ആ വകുപ്പ് കിട്ടിയെന്ന് സാറ് പറഞ്ഞു. അത്തരത്തിൽ ഇത്തരത്തിൽ മതസാമുദായിക നേതാക്കന്മാർ വീണ്ടും സതീഷിനെതിരാണെന്നുള്ളൊരു സാധനം 1-2 വർഷം കഴിയുമ്പോൾ കുത്തിപ്പൊക്കാനായിരിക്കും. അത്തരത്തിൽ അങ്ങനെ ഒരു വേക്കൻറ്റ് വരുമ്പോൾ എന്തുകൊണ്ടും അതിന് യോഗ്യൻ നിലവിൽ ഞാനാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര ആ ഒരു ലക്ഷ്യം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എങ്ങനെയാണെന്നുള്ള അദ്ദേഹത്തിന് മാത്രമല്ല, രാഷ്ട്രീയം സാധ്യതകളുടെ കല തന്നെയാണ്, അത് യാതൊരു തർക്കമില്ല. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ കാല അനുഭവങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ നല്ല രീതിയിൽ ഭരിച്ചു പോകുമ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരം കൈകാര്യം ചെയ്ത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെയൊക്കെ അതിസാഹസികമായി പിടികൂടിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. മുടക്കോഴി മലയിൽ ഒളിച്ചിരുന്ന TP ചന്ദ്രശേഖരൻ കൊലയാളികളെ കണ്ടുപിടിക്കുന്നു, മഹാരാഷ്ട്ര വരെ പോയി പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് വളരെ സ്തുത്യർഹമായ രീതിയിലുള്ള സേവനം മിന്നി നിൽക്കുന്ന സമയത്താണ് രമേശ് ചെന്നിത്തലയെ സമുദായത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തിരുവഞ്ചൂരിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇടയിൽ ഇങ്ങനൊരു കളി നടക്കുമ്പോൾ ഇവിടെ VD സതീശൻ്റെ രമേശ് ചെന്നിത്തലയൊക്കെ ഒരേ സമുദായക്കാർ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയപരമായി ഏതെങ്കിലും അപജയങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളൊരു സാധ്യത കാണുകയാണെങ്കിൽ ആ സാധ്യത മുതലെടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കുട്ടി തന്നെയാണ് എന്നുള്ള രീതിയിൽ
അങ്ങനെ ഒരു സാധ്യതകളുടെ കലയാക്കി തനിക്ക് അനുകൂലമാക്കി അത് മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു ധാരണയോട് കൂടി രമേശ് ചെന്നിത്തല ഈ സമുദായ ആചാര്യന്മാർക്കൊക്കെ ഇപ്പോഴും എന്താണ് തുണ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ രമേശ് ചെന്നിത്തലയ്ക്ക് തുണ നിൽക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഴുത്തിന് ചുറ്റും കേസാണ്. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 250-ൽ പരം മൈക്രോ ഫിനാൻസ് കേസുകൾ തന്നെയുണ്ട്. VS അച്യുതാനന്ദൻ്റെ കാലത്താണ് അത് പൊക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് കേസുകൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കൃത്യമായി പറഞ്ഞ് ജൂൺ 15-ാം തീയതിക്കകം മൈക്രോ ഫിനാൻസ് കേസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കണം. ഇനിയൊരു അവധി നീട്ടിക്കൊടുക്കില്ല, ഇത് അന്ത്യശാസനമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ VD സതീശനെ പോലുള്ള വെള്ളാപ്പള്ളി നടേശനുമായി സമരസപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു കാരണവശാലും അവർ തമ്മിലുള്ള ആന്തരിക സൗഹൃദം അത്രത്തോളം സുദൃഢമല്ലാത്തൊരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആരെങ്കിലുമൊക്കെ അധികാര കേന്ദ്രത്തിൽ വേണം എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ വ്യക്തിപരമായ താല്പര്യം തന്നെയാണ്. ആ താല്പര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്.